BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. വാകയിൽ പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ട് 6 മാസം കഴിഞ്ഞിട്ടും ഇതുവഴി ബസ് സർവീസ് ആരംഭിക്കാത്തത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. ബസ് സർവീസ് നടത്താവുന്ന രീതിയിലാണ് പാലവും പാലത്തിന്റെ സമീപന പാതയുടെ നിർമ്മാണവും പൂർത്തീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പാലം ഗതാഗതത്തിന് തുറന്നുകൊടുത്തത്. ആരംഭത്തിൽ തന്നെ KSRTC ബസ് സർവീസ് നടത്തുവാനുള്ള എല്ലാ നടപടികളും എടുക്കുമെന്ന് ഉദ്ഘാടന വേളയിൽ അറിയിച്ചെങ്കിലും ബസ് സർവീസ് ആരംഭിക്കാനുള്ള യാതൊരു നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. പാലവുമായി ബന്ധപ്പെട്ട റോഡിന്റെ വികസനവും റോഡിന്റെ പുനർനിർമ്മാണവും നടന്നിട്ടില്ല. വാകയിൽ പാലം വഴി ബസ് സർവീസ് വരുന്നത് വഴി പടിഞ്ഞാറെ മനക്കോടം നിവാസികൾക്ക് തുറവൂർ ദേശീയപാതയിലേക്കും തുറവൂർ റെയിൽവേ സ്റ്റേഷനിലേക്കും എളുപ്പത്തിൽ എത്താൻ കഴിയും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷമാണ് മനക്കോടം നിവാസികൾക്ക് സർക്കാർ പാലം നിർമ്മിച്ചു നൽകിയത്. എന്നാൽ ബസ് സർവീസ് ആരംഭിക്കാത്തത് മൂലം ജനങ്ങളുടെ യാത്രാ ദുരിതം ഇന്നും തുടരുകയാണ്. റോഡുകളുടെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കി ഇതുവഴി ബസ് സർവീസ് ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പോണ്ടിച്ചേരി മറീന ബീച്ചിൽ നടന്ന ദേശീയ സീ സ്വിമ്മിംഗ് മാരത്തണിൽ ജേതാക്കളായി സഹോദരിമാർ. 9 മുതൽ 18 വരെ പ്രായമുള്ളവരുടെ വിഭാഗത്തിൽ ചേച്ചി സെവാനിയ ഫാന്റീൻ 1ാം സ്ഥാനവും അനുജത്തി സാൻഡ്രിയ ഫാന്റീൻ 2ാം സ്ഥാനവും നേടി. കടലിൽ 500 മീറ്ററായിരുന്നു നീന്തേണ്ടത്. സെഫാനി 22 മിനിറ്റും സാൻഡ്രിയ 26 മിനിറ്റും എടുത്തു മത്സരം പൂർത്തിയാക്കി. 4 വയസ്സ് മുതൽ ഇരുവരും നീന്തൽ പരിശീലനം നടത്തുന്നുണ്ട്. പെരിയാറിൽ പരിശീലിച്ചാണ് മത്സരത്തിന് പോയത്. കരാട്ടെ, ഭരതനാട്യം, സ്കേറ്റിംഗ്, കുതിരയോട്ടം എന്നിവയിലും ഇരുവരും മികവ് തെളിയിച്ചിട്ടുണ്ട്. ഗോതുരത്ത് പാറക്കൽ ജൂഡ് റാഫേലിന്റെയും സ്മിതയുടെയും മക്കളാണ്. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ സെഫാനി 6ാം ക്ലാസ്സിലും സാൻഡ്രിയ 5ലും പഠിക്കുന്നു. പെരിയാറിലെ മത്സ്യക്കുരുതി തടയാൻ കേന്ദ്ര സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡുകൾ നടപടികൾ സ്വീകരിക്കാത്തതിൽ ആശ്ചര്യം പ്രകടിപ്പിച്ച ദേശീയ ഹരിത ട്രിബ്യൂണൽ ദക്ഷിണ മേഖലാ ബെഞ്ച് പെരിയാർ മലിനീകരണവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് 2022 NGT ഉത്തരവിട്ടിരുന്നതാണ്. എന്നാൽ 2 വർഷം കഴിഞ്ഞിട്ടും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിച്ചില്ല. പെരിയാർ നദിയോട് ചേർന്നുള്ള ഭാഗങ്ങളിലെ വ്യവസായങ്ങളോടും നദിയിലേക്ക് മലിനജലം ഒഴുക്കരുതെന്നും NGT സംസ്ഥാന തല മേൽനോട്ട സമിതി നേരത്തെ നിർദ്ദേശിച്ചു. ഈ വ്യവസായങ്ങളുടെ മലിനജല സംസ്കരണ രീതികൾ, പെരിയാർ മലിനീകരണത്തിന്റെ തോത് എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകാൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനോടും നിർദ്ദേശിച്ചു. പെരിയാർ 21-നുണ്ടായ മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിൽ കൊഫോസിനെയും CMFRയെയും കക്ഷി ചേർക്കാൻ NGT നിർദ്ദേശിച്ചു. പെരിയാർ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ വിഷയത്തിൽ കൊഫോസിന്റെയും CMFRയുടെയും റിപ്പോർട്ടുകൾ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിനും വിരുദ്ധമാണ്. ഈ സാഹചര്യത്തിൽ കുഫോസിന്റെയും CMFRയുടെയും റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ആവശ്യപ്പെട്ടു. ഈ റിപ്പോർട്ടുകളും സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് റിപ്പോർട്ടും തമ്മിൽ വൈരുദ്ധ്യം എന്താണെന്ന് വിശദീകരിക്കാനും നിർദ്ദേശിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കിഴക്കമ്പലം ഫെറോന പള്ളിക്ക് സമീപം ദിവസങ്ങളായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. നേരത്തെ ചെറിയ രൂപത്തിലാണ് പൊട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ പൊട്ടൽ വലുതായി റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടു. കുഴി വലുതായതോടെ റോഡിലൂടെ വെള്ളം പരന്ന് ഒഴുകുകയാണ്. നാട്ടുകാർ കുഴിയിൽ വാഴ നട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. റോഡിൽ വെള്ളം പരന്ന് ഒഴുകുന്നതിനാൽ കാൽനട യാത്രക്കാർക്കോ ഇരുചക്ര വാഹന യാത്രികർക്കോ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന റോഡ് 1 വർഷം മുൻപാണ് നന്നാക്കിയത്. കിഴക്കമ്പലം സ്കൂളിനോട് ചേർന്നുള്ള റോഡായതിനാൽ 100 കണക്കിന് കുട്ടികൾ പോകുന്ന സ്ഥലം കൂടിയാണിത്. പ്രതിഷേധങ്ങളും സമരങ്ങളും ഫലം കണ്ടു. മട്ടാഞ്ചേരി നെഹ്റു മെമ്മോറിയൽ ടൗൺ ഹാൾ ചുറ്റുവളപ്പിൽ മല പോലെ കൂട്ടിയിട്ട മാലിന്യം പൂർണ്ണമായും നീക്കി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിന് ശേഷം മട്ടാഞ്ചേരി മേഖലയിലെ പ്രധാന മാലിന്യ സംഭരണ കേന്ദ്രമാക്കി അധികൃതർ ടൗൺ ഹാൾ വളപ്പിനെ മാറ്റുകയായിരുന്നു. സമീപത്തെ പള്ളിയറക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർക്ക് ദുർഗന്ധം ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതായും പരാതി ഉയർന്നിരുന്നു. ചുറ്റുവളപ്പിലെ ജിംനേഷ്യത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് കായിക പരിശീലനത്തിനെത്തുന്നവർക്കും മാലിന്യം വിനയായി. ടൗൺ ഹാളിന് എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന വില്ലേജ് ഓഫീസിലെത്തുന്നവർക്കും പ്രയാസം നേരിട്ടു. തുടർന്നാണ് വിവിധ സംഘടനകൾ സമരങ്ങൾ നടത്തിയത്. ഒടുവിൽ ടൗൺ ഹാൾ നവീകരണം കൂടി കണക്കിലെടുത്ത് ചുറ്റുവളപ്പിലെ മാലിന്യം ഏതാണ്ട് പൂർണ്ണമായി മാറ്റുകയായിരുന്നു. ഇതോടെ നാട്ടുകാരും ആശ്വാസത്തിലാണ്. കൊച്ചി കോർപ്പറേഷന്റെ വട്ടാഞ്ചേരി സോണൽ ഓഫീസിന് മുൻവശം കുന്നുപോലെ ശേഖരിച്ചിരുന്ന മാലിന്യങ്ങളുടെ നീക്കവും പുരോഗമിക്കുകയാണ്.
കൊച്ചി നഗരത്തിലെ അതിക്രമങ്ങൾ തടയുകയെന്ന ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ആംഗുമായി പോലീസ്. ഗുണ്ടകളുടെയും സ്ഥിരം കുറ്റവാളികളുടെയും വിളയാട്ടം അവസാനിപ്പിക്കാനാണ് ഓപ്പറേഷൻ ആംഗ് എന്ന പേരിൽ പോലീസ് പരിശോധന ആരംഭിച്ചത്. ലഹരി മാഫിയ അതിക്രമങ്ങൾ, പോലീസ് മാഫിയ കൂട്ടുകെട്ട് തുടങ്ങിയവയ്ക്കെതിരെ പോലീസ് നടപടികൾ ശക്തമാക്കി. മോഷണം, ബലാത്സംഗം, ആയുധം കൈവശം വയ്ക്കൽ, മയക്കുമരുന്ന് തുടങ്ങി 50ഓളം കേസുകളിലെ പ്രതിയെ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ആംഗിന്റെ ഭാഗമായി കൊച്ചി സിറ്റി പോലീസ് പിടികൂടിയിരുന്നു. വിയ്യപുരം നിരണം സ്വദേശി അനീഷ് കുമാറാണ് പിടിയിലായത്. പ്രതി അംബേദ്കർ സ്റ്റേഡിയത്തിനടുത്ത് എത്തിയിട്ടുണ്ടെന്ന വിവരം കിട്ടി. അവിടെ എത്തുമ്പോൾ പോലീസിനെ കണ്ട് ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളുടെ കൂടെ ഇയാൾ കൂടുകയായിരുന്നു. സംശയം തോന്നിയ പോലീസ് പിടികൂടാൻ ഒരുങ്ങിയപ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. സാഹസികമായാണ് പിടികൂടിയത്. 1.5 വർഷത്തിനിടെ സംസ്ഥാനത്ത് ഗുണ്ടകളുടെ എണ്ണത്തിൽ വർധനയുണ്ടായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണത്തിൽ 500-ലധികം പേരാണ് വർദ്ധിച്ചത്. ശരാശരി 30ഓളം കേസുകൾ ഒരു മാസത്തിൽ വർദ്ധിക്കുന്നുണ്ട്. പോലീസും ഗുണ്ടാ സംഘങ്ങളും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന വിമർശനങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഓപ്പറേഷൻ ആംഗുമായി രംഗത്ത് വന്നത്. ഗുണ്ടകൾക്ക് സഹായം ചെയ്യുന്നവർ, സാമ്പത്തികമായി സഹായിക്കുന്നവർ എന്നിവരെയും കണ്ടെത്തുന്നുണ്ട്. അടുത്തിടെ ആളുകളെ വീട്ടിൽ കയറി ആക്രമിക്കുന്നതും പൊതുനിരത്തിലിട്ട് കൊലപ്പെടുത്തുന്നതും മർദ്ദിക്കുന്നതും പിടിച്ചുപറിയും തട്ടിക്കൊണ്ടുപോകുന്നതടക്കം കേസുകൾ ലഹരിയുടെ ലഭ്യത ഇത്തരം സംഘങ്ങളിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നുണ്ടെന്നും അന്വേഷണങ്ങൾ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. ഇതിന്റെ ഭാഗമായി ലഹരി കേസുകളും പിടികൂടുന്നുണ്ട്. ഗുണ്ടാ പട്ടിക ശേഖരിച്ച് അന്വേഷണം. ഓപ്പറേഷൻ ആംഗിന് വേണ്ടി ഗുണ്ടകളുടെ പട്ടിക ഉണ്ടാക്കിയാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ജനങ്ങൾക്ക് സമാധാനത്തോടെ പേടിയില്ലാതെ ജീവിക്കണം. അങ്ങനെയൊരു സാഹചര്യം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കമ്മീഷണർമാർക്കാണ് ഓപ്പറേഷന്റെ ഏകോപന ചുമതല. ഒളിവിലുള്ള പ്രതികളെ പിടികൂടുക, ക്രിമിനലുകളുടെ കേന്ദ്രങ്ങൾ പരിശോധിക്കുക, ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെ നാടുകടത്തുക തുടങ്ങിയ നടപടികൾ ആംഗിന്റെ ഭാഗമായി നടന്നുവരികയാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 4 ദിവസമായി കായൽ തീരത്ത് വേലിയേറ്റം തുടരുന്നതിനാൽ തീരവാസികൾ ദുരിതത്തിൽ. തീരത്തോട് ചേർന്ന വീടുകളിൽ വേലിയേറ്റ വേളകളിൽ വെള്ളം കയറുകയാണ്. ഇടക്കൊച്ചി, കുമ്പളങ്ങി, മുണ്ടംവേലി, പെരുമ്പടപ്പ്, കോവളം, ശങ്കുത്തറ തുടങ്ങിയ സ്ഥലങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി. ഇത്രയേറെ ശക്തമായ വേലിയേറ്റം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. കായലിൽ എക്കലടിഞ്ഞതാണ് വേലിയേറ്റ വേളകളിൽ കരയിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കുന്നത്. റോഡുകളിലും വീടുകളിലും വെള്ളം കയറിയതോടെ തീരവാസികൾ ദുരിതത്തിലാണ്. കായലിലെ എക്കൽ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തീരവാസികൾ നിരവധി സമരം നടത്തിയെങ്കിലും ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല. ഫണ്ടുകൾ പാസ്സായിട്ടുണ്ടെന്നും ജനപ്രതിനിധികൾ പറയുന്നുണ്ടെങ്കിലും കാത്തിരിപ്പ് നീളുകയാണ്. കായലിനെ ആശ്രയിച്ച് മത്സ്യബന്ധനം നടത്തുന്ന തൊഴിലാളികളും ദുരിതത്തിലാണ്. ഉപ്പുവെള്ളം കയറുന്നത് മൂലം വീടുകളും നശിക്കുകയാണ്. ഇഷ്ടികകൾ ദ്രവിച്ച് പൊടിഞ്ഞു വീഴുന്നു. വീടുകളിലെ ചെടികളും കരിഞ്ഞ് ഉണങ്ങുകയാണ്. സൈക്കിളുകളും ഇരുചക്ര വാഹനങ്ങളും തുരുമ്പെടുത്ത് നശിക്കുകയാണെന്നും ദുരിതത്തിൽ നിന്ന് തങ്ങളെ കരകയറ്റാൻ നടപടി ഉണ്ടാക്കണമെന്നും തീരവാസികൾ ആവശ്യപ്പെട്ടു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.